ജോസേട്ടൻ്റെ വീടാണിത്. ജോസേട്ടൻ്റെ വീടായിരുന്നു. ഇപ്പം ജോസേട്ടൻ ഇതാ കണ്ടില്ലേ, കർത്താവിൻ്റെ ചിത്രമുണ്ട്, ജീവിതത്തിലെ കല്യാണ ആൽബങ്ങളുണ്ട് ഒക്കെ ആയിട്ട് ജോസേട്ടൻ മടങ്ങാണ്. ഈ വീട്ടിലാണ് ഒരുപാട് പേര്, ഇപ്പോൾ നമ്മൾ കണ്ട വീട്ടിൽ ഒരുപാട് പേര് വന്ന് കാത്തു നിന്നിരുന്നു. ജോസേട്ട അന്ന് ബഹളം, അന്ന് ജോസേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ? ജോസേട്ട അവിടെ ഇല്ലേ? നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. അവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പുറത്തുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇവിടെ വന്നവരിൽ ആ റൂമിലുള്ളവരും ഈ റൂമിലുള്ളവരും ഒക്കെ രക്ഷപ്പെട്ടു. ഈ ഭാഗത്തുണ്ടായിരുന്നവരാണ് നമ്മുടെ മരുമോളടക്കം പോയത്. ഇപ്പൊ നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ വൈഫ്. അതെ, ജോജോന്റെ വൈഫ്. മോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ളവരും ഇവിടെ വന്നിരുന്നിരുന്നു. ഈ വീട്ടിലുള്ളവരുണ്ടായിരുന്നു, അതാ ആ 2 നില വീട്ടിലുള്ളവരുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ അപ്പുറത്ത് ഒരു 2-3 വീട്ടിലുള്ള ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു. അല്ല, ഞങ്ങളെല്ലാരും കൂടി ഒരു 40ഓളം ആളുണ്ടായിരുന്നു. അതിൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. ഇതിലൊരു നമ്മുടെ മരുമോളടക്കം ഒരു 5 ആളാണ് മിസ്സിംഗ് ആയത്. അതിനുശേഷം ഇപ്പോഴാ വരുന്നത്. വൈഫിന്റെ കൈ പൊട്ടിയായിരുന്നേ. ഒന്നാമത് മരുമോളുടെ ബോഡി കിട്ടിയത് ശനിയാഴ്ചയാണ്. അപ്പൊ അതുവരെ അതിന് നടന്നു. പിന്നെ കൈ പൊട്ടിയിട്ട് വൈഫിന്റെ ഓപ്പറേഷൻ ശനിയാഴ്ച തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നങ്ങോട്ട് വരാൻ തോന്നിയത്. ഇന്ന് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ ഇവിടെ വന്നിട്ടില്ല. ശരിക്കും ജനലുകളൊക്കെ തള്ളിപ്പോയതുകൊണ്ടാണ് ജനലുകള് തള്ളിപ്പോയതുകൊണ്ടായിരിക്കും അതിലെ വെള്ളമൊക്കെ കുടുങ്ങി വന്നത്. അല്ലെങ്കിൽ ജനല് തള്ളിയില്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഭിത്തി കണ്ടില്ലേ, അപ്പൊ അതങ്ങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കഴിഞ്ഞല്ലോ. ഇതിന്റെ മുകളിൽ ആളുണ്ടായിരുന്നില്ല. ഇതിന്റെ മുകളിൽ ആളുണ്ടായില്ല. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഇത് ലേശം വെള്ളം ഒഴുക്ക് കുറഞ്ഞപ്പം ഇതിൽ ഇറങ്ങിയിട്ട് ആ വീടിന്റെ മുകളിലാണ് പോയി കയറിയത്. ബാക്കിയുള്ളവരൊക്കെ അതിലേക്ക് കയറാൻ ഇവിടുന്ന് ഇറങ്ങി ഓരോരുത്തരായിട്ട് പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഈ നമ്മുടെ ഇത്രയും ആൾക്കാർ അതിൽ മിസ്സിങ് ആണെന്ന് മനസ്സിലായത്. അതുവരെ ഇരുടല്ലേ, പിന്നെ ഇത്രയും ഉയരത്തിൽ ചെളി കെട്ടി കിടക്കല്ലേ. ഇത് കണ്ടില്ലേ, കഴുത്തപ്പം വെള്ളമായി. ആ ഭിത്തി കാണുന്ന അത്രയും വെള്ളം വന്നു. ഇത്രയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് തള്ളിയത്. ആ തള്ളിയപ്പം ഇത് തള്ളിപ്പങ്ങ് പോന്നു. ഇത് പോയവരും ഞങ്ങൾ ആരും അപ്പുറത്തുള്ളവർ അറിയുന്നില്ല. ഇവിടുന്ന് ജനലിൽ കൂടി തന്നെയാണ് പുറത്തിറങ്ങിയിട്ട്, അതാ ജനലിന്റെ ആ ഉയരം കണ്ടില്ലേ, ആ ജനലിൽ കൂടി തള്ളി പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴാണ് ഇത്രയും ആൾക്കാർ ഈ കൂട്ടത്തില്. അതായത് 1 മണി കഴിഞ്ഞ് വന്നിട്ട് ഈ ഏകദേശം ഈ 5-6 മണിയോട് കൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. നേരത്തേക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞുള്ളൂ. ആ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാർ മിസ്സായി എന്നറിയാം. ആ മകൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. മകനുണ്ടായിരുന്നു, പേരക്കുട്ടി എന്റെ മടിയിലുണ്ടായിരുന്നു. ഒപ്പമുള്ള വേറൊരാള് ഞാനിരുന്ന സോഫയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സോഫയോട് കൂടിയിട്ട് പൊന്തി അതിനോട് ചേർന്ന് അങ്ങനെ തന്നെ വെള്ളവും ചെളിയും വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പൊന്തി കുറെ ഉയരത്തിലേക്ക് എത്തി. എന്നിട്ട് പിന്നെ ജനലിന്മേൽ പിടിച്ച് അങ്ങനെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. വെള്ളം ഇറങ്ങിയാലും നമുക്ക് നിലത്തേക്ക് ചവിട്ടാൻ കഴിയില്ല, താഴത്തേക്ക് ചവിട്ടാൻ പറ്റില്ല, ചവിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അനങ്ങി നോക്കിയിട്ടില്ല. പിന്നെ പുറത്തേക്ക് ഈ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഒന്ന് നോക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നേരമാണ് ഇത്ര ആൾക്കാർ മിസ്സായത്. കർത്താവിന്റെ പടമുണ്ട്, പഴയ ആൽബങ്ങൾ കിട്ടി. മരുന്നിന്റെ ഒക്കെ അത് കണ്ടിരുന്നല്ലോ. ആ മരുന്നിന്റെ ഒന്നും സാരില്ല. പിന്നെ എന്തായാലും മരുമോളുടെ കല്യാണ ഫോട്ടോയും കിട്ടി, അതിന്റെ ആൽബം കിട്ടി. അത് കിട്ടുമെന്നറിയാനാ വന്നത്. ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ആര്യ. കാരണം മകന്റെ വിവാഹ ഫോട്ടോ കിട്ടി. ആ ആൽബം ആണ് ഒരുപക്ഷെ ഏറ്റവും അതിനു വേണ്ടി കൂടിയാണ്, ആ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയാണ് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ കണ്ടു ആ വീട്ടിലെ കളിപ്പാട്ടങ്ങൾ, പൊട്ടിച്ചിതറിക്കിടക്കുന്ന ആ വീടിന്റെ അവശിഷ്ടങ്ങൾ. ഇതിനപ്പുറത്ത് ഈ ചെളി കാണുന്ന അത്രയ്ക്ക് അന്ന് മണ്ണും വെള്ളവും വന്ന് അടിഞ്ഞ് തകർന്ന് നിന്ന ഒരു മനുഷ്യൻ. ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നതിന് പുറമെ പുറത്തുണ്ടായിരുന്ന 10-20 പേർ കൂടി ഈ വീട്ടിലേക്ക് വന്ന് അഭയം തേടി വന്നിരുന്നു. ഇതിന് തൊട്ട് അപ്പുറത്ത് കാണുന്ന വീട്ടിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നിരുന്നവർ, നമുക്ക് ഇടതുവശത്ത് ആ വീട്ടിലുണ്ടായിരുന്നവർ, ആ വീട്ടിലുണ്ടായിരുന്നവർ കൂടി ഇവിടെയാണ് അഭയം തേടിയത്. അവരും പക്ഷേ ഈ അഭയം തേടിയതിന് ശേഷം ആ വീടിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ അവർ അഭയം തേടിയ വീട് പൂർണ്ണമായും തകർന്ന് അവർ ഇപ്പോൾ ഈ കാണുന്ന വിധത്തിൽ ഇടിഞ്ഞ്
ആ പ്രദേശത്ത് നിന്നുള്ളവർ ഒലിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. വലിയ ഇതുപോലെയുള്ള കാഴ്ചകളാണ്. അതിനുശേഷം ആദ്യമായാണ് ജോസേട്ടൻ വരുന്നത്. ജോസേട്ടൻ്റെ മകൻ ആ ആൽബം എടുത്ത് തുറന്നു നോക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരെ കണ്ടിരുന്നു. ഇതാ നമുക്ക് കാണാം ആ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. ഒരു വീട്ടിൽ ഇന്നലെയോളം എന്തൊക്കെയാണോ ഏറ്റവും പ്രിയങ്കരമായി കണ്ടിരുന്നത്, അവരുടെ ഏറ്റവും വിലപ്പെട്ട മുഹൂർത്തങ്ങളിലേക്ക് അവർ കാത്തു സൂക്ഷിച്ചത് ഒക്കെ ഇതാ ഇപ്പോൾ ആ കാത്തു സൂക്ഷിച്ചതൊക്കെ അവർ വീണ്ടും നമുക്ക് നോക്കുമ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് കാണുന്നു. ഈ കർത്താവിൻ്റെ ചിത്രം ഈ വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ഇതിൻ്റെ ഉറപ്പിലാണ് ആ ജനൽപ്പടിയിൽ, ചെളിപ്പൊക്കം വന്ന ജനൽപ്പടിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവർ ഇരുന്നത്. അപ്പോഴും സോഫ പൊന്തിപ്പോകുന്നത് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയോളം എത്രത്തോളം പ്രിയങ്കരമായിരുന്നു ആ കാത്തു സൂക്ഷിച്ചിരുന്ന ഓരോന്നായി വീണ്ടും തിരഞ്ഞ് വരുമ്പോൾ വന്നടിഞ്ഞുകൂടിയ തടികൾ നമുക്ക് കാണാം. വീടിനോളം വലിപ്പത്തിലുള്ള പാറക്കല്ലുകൾ കാണാം. അത്തരത്തിലുള്ള അത്രമേൽ സങ്കട കാഴ്ചകളാണ് നോക്കുന്ന. ആ സ്ക്രീനിൽ കാണുന്ന ആ മൊബൈൽ ഫോണിലുള്ള വീട്, അങ്ങനെ ഒരു വീട് ആ ഭൂമിയിലുണ്ടായിരുന്നു. നോക്കൂ, ഗേറ്റ്, മതില്, അത്രയും സ്വപ്നങ്ങളൊക്കെ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ വീട് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ അത്രയും ഹൃദയം തകർന്ന് സംസാരിക്കുകയാണ് ജോസേട്ടനും ലത്തീഫിക്കയും ഒക്കെ.